ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ വിത്ത് സെൽഫ് അപ്രീസിയേഷൻ ആയാലോ? വേറെ ആർക്കല്ല, എനിക്ക് തന്നെയാണ്. വളരെയധികം കോംപ്ലെക്സ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ സ്കിൻ കളറിലും എൻ്റെ ഹൈറ്റിലും ആൻഡ് എൻ്റെ സ്കിൻ ഫീച്ചേഴ്സിലും ഫേഷ്യൽ ഫീച്ചേഴ്സിലും അങ്ങനെ എല്ലാത്തിലും വളരെയധികം ഇൻസെക്യൂർ ആയിരുന്നു ഞാൻ. കാരണം കുഞ്ഞിലേ തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള മുക്കാൽ ആൾക്കാരും എസ്പെഷ്യലി ഗേൾസ് കേൾക്കുന്നത്. ബോയ്സ് ഇല്ലെന്നല്ല, ബട്ട് ഗേൾസിന് അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ നോക്കിക്കേ, എനിക്കിഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങി എന്നെ തന്നെ അഡ്മയർ ചെയ്ത് എനിക്കിഷ്ടമുള്ള പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ഈവൻ ഇഫ് ദ വ്യൂവേഴ്സ് ആർ ലെസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ലെസ് ആണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഇടാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനൊക്കെ റീസൺ ആരാന്ന് ചോദിച്ചാൽ, ഞാൻ കോച്ചിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്കവിടെ. അവൾ ഇഷ്ടമുള്ള എല്ലാ കളർ ഡ്രസ്സസും ഇടുമായിരുന്നു, ഓറഞ്ച്, ഗ്രീൻ, അങ്ങനെ എല്ലാ കളറും. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. അങ്ങനെ അവളാണ് ഫസ്റ്റായിട്ട് അവളുടെ ഡ്രസ്സ് എനിക്ക് തരുന്നത്, ഓറഞ്ച് കളറൊക്കെ ഇടാൻ. അപ്പം എൻ്റെ സ്കിന്നത് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ ചോദിച്ചു, വൈ നോട്ട്, എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാൾ ഇടാതിരുന്നു എന്നുള്ളത്. പിന്നീട് ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ പയ്യെ ഇടാൻ തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ചും കൂടി എനിക്കെന്നെ ഭംഗിയായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് കുറച്ചും കൂടി എനിക്കെന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങുമ്പം നമുക്ക് നമ്മളോടൊരു സ്നേഹമൊക്കെ കൂടുമല്ലോ. അങ്ങനെ പിന്നെ പയ്യെ ഞാൻ എന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാനിങ്ങനെയാണ്, എൻ്റെ സ്കിൻ ടോൺ ഇതാണ്, എൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇതാണ്, എൻ്റെ ഹൈറ്റ് ഇതാണ്. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആര് സ്നേഹിക്കാനല്ലേ? സോ സെൽഫ് ലവ് ആണ് എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ശരി, ബൈ.